ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ എൻ്റെ ഒരു ദിവസമാണ് കേട്ടോ കാണിക്കുന്നത്. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ദിവസം എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം അല്ലേ. നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയും സാമ്പാറും ചട്നിയുമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇഡലിയും സാമ്പാറും ചട്നിയൊക്കെ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോഴേക്കും അച്ഛനിതാ പുറത്ത് കുടംപുളി ഉണക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലെ കുടംപുളിയുടെ മരമുണ്ട്. അപ്പോൾ ഈ കുടംപുളി ഉണക്കുന്നത് നമ്മളൊരു സെപ്പറേറ്റ് ഷെഡ് കെട്ടിയിട്ടാണ്. അച്ഛൻ തന്നെയാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ എൻ്റെ വർക്ക് ചെയ്യാൻ വേണ്ടിയിരുന്നു. ഇന്ന് എൻ്റെ അച്ഛൻ എന്നെ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ അത് ആലോചിച്ചായിരുന്നു ഞാനിങ്ങനെ വർക്ക് ചെയ്യാൻ ഇരുന്നത്. കയ്യിലെന്തോ പൊതിയുണ്ട്. എനിക്കുള്ള സ്നാക്സൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ അച്ഛൻ വരുന്നത്. അങ്ങനെ കുറച്ച് നേരം അച്ഛനായിട്ട് സംസാരിച്ചൊക്കെ ഇരുന്നു. അതിനുശേഷം അച്ഛൻ പോയിട്ടോ, പെട്ടെന്ന് തന്നെ പോയി. അപ്പോൾ ഞാനതാ ഉച്ചയ്ക്കുള്ള ബ്രേക്കിന് ഇറങ്ങിയിരിക്കുകയായിരുന്നു. ഒന്ന് മത്തലത്തോരനും സാമ്പാറും പിന്നെ ഉണക്ക മീൻകറിയായിരുന്നു. അങ്ങനെ ഞാൻ ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് നേരം റിലാക്സേഷനായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഇപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ മൊത്തം അച്ഛൻ കൊണ്ടുവന്ന സ്നാക്സ് ആയിരുന്നു. അങ്ങനെ ഞാൻ അച്ഛൻ കൊണ്ടുവന്ന കട്ട്ലേറ്റും പിന്നെ കോഫിയൊക്കെ കുടിച്ച് കുറച്ച് നേരം പുറത്തിരുന്നു. അതിനുശേഷം ഞാൻ ഈവനിങ് വോക്കൊക്കെ ആയിട്ട് ഇറങ്ങി. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നടന്നു. പിന്നെ അതിന് ശേഷം വൈകിട്ടത്തെ കുളിക്കാൻ വേണ്ടി കയറി. ഇപ്പോഴത്തെ എൻ്റെ ഒരു ആക്ടിവിറ്റി ആണ് കേട്ടോ ഈ ജേർണൽ മേക്കിങ്. ഇതിൽ കുറച്ച് പേജൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാനത് കാണിക്കാമേ. ഇപ്പോൾ ഞാൻ എൻ്റെ ഓണത്തിൻ്റെ ജേർണൽ പ്രിപ്പയർ ചെയ്യായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മേക്കിംഗ് പ്രിപ്പറേഷനായിരുന്നു. അങ്ങനെ ഞാൻ ജേർണൽ പ്രിപ്പയർ ചെയ്തിരിക്കുമ്പോഴായിരുന്നു അച്ഛൻ പുറത്തോട്ട് വിളിച്ചത് നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അപ്പോൾ ചെടിക്ക് വെള്ളം നനയ്ക്കാമെന്ന് വിചാരിച്ച് അച്ഛൻ്റെ നിന്ന് പൈപ്പൊക്കെ മേടിച്ച് ചെടിക്ക് വെള്ളം നനയ്ക്കായിരുന്നു. അതായിരുന്നു ഇന്നത്തെ എൻ്റെ ദിവസം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.